എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക സീസണുകൾ ഏവ എന്നുള്ളതാണ്. നമുക്കറിയാലോ, വിവിധ മത്സര പരീക്ഷകളിൽ PSC പരീക്ഷയിലും ഒപ്പം തന്നെ UPSC പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ വിവിധ കാർഷിക സീസണുകൾ ഏവ, ഒപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ കാർഷിക വിളകൾ ഏവ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക സീസണുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇന്ത്യയിൽ പ്രധാനമായും 3 കാർഷിക സീസണുകളാണുള്ളത്. ഏതൊക്കെയാണ് കാർഷിക സീസണുകൾ? ഒന്നാമത്തേത് ഖാരിഫ് സീസൺ, രണ്ടാമത്തേത് റാബി സീസൺ, മൂന്നാമത്തേത് സൈദ് സീസൺ. ഇനി നമുക്ക് ഈ 3 സീസണുകളും എന്താണ് അവയുടെ പ്രത്യേകത, ഏതൊക്കെയാണ് ഈ സീസണുകളുടെ കാലഘട്ടം, ഒപ്പം തന്നെ ഏതൊക്കെ വിളകളാണ് പ്രധാനമായും ഈ 3 സീസണുകളിലും കൃഷി ചെയ്യുന്നത്, അതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഒന്നാമതായി നോക്കുകയാണെങ്കിൽ നമുക്ക് ഖാരിഫ് സീസണിൽ നിന്ന് തുടങ്ങാം. ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് പ്രധാനമായും ഒരു മൺസൂൺ സീസണാണ്, അല്ലെങ്കിൽ മഴക്കാല സീസണാണ് എന്ന് തന്നെ പറയാം. ഈ ഖാരിഫ് സീസൺ ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഖാരിഫ് സീസൺ ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ്. ജൂണിൽ കൃഷി ആരംഭിച്ച് ഒക്ടോബറിൽ വിളവെടുപ്പ് നടത്തുക, ഇതാണ് ഖാരിഫ് സീസണിലെ കൃഷി രീതി എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ഈ ഖാരിഫ് സീസണിൽ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ധാരാളം ജലം ആവശ്യമാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമുക്ക് ഈ ഖാരിഫ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിളകളേവ എന്ന് നോക്കാം. നെല്ല്, എള്ള്, കരിമ്പ്, പരുത്തി, നിലക്കടല, ചണം, ചോളം, റാഗി, ബജ്ര, ജോവർ, ഇവയാണ് ഖാരിഫ് സീസണിലെ പ്രധാനപ്പെട്ട വിളകൾ. മറക്കരുത്, നെല്ല്, എള്ള്, കരിമ്പ്, പരുത്തി, നിലക്കടല, ചണം, ചോളം, റാഗി, ബജ്ര, ജോവർ തുടങ്ങിയവയാണ് ഈ ഖാരിഫ് സീസണിലെ പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സീസണാണ് റാബി സീസൺ എന്ന് പറയുന്നത്. ഖാരിഫ് കഴിഞ്ഞു വരുന്ന സീസണാണ്. അതായത് ഇതൊരു ശൈത്യകാല വിളയാണ്. നമുക്കറിയാലോ, ഒരു ഒക്ടോബറിന് ശേഷം പിന്നെ ഇന്ത്യയിൽ കാണുന്നത് എന്താണ്? ഒരു ശൈത്യകാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ റാബി വിളകൾ എന്ന് പറയുന്നത് ഒരു ശൈത്യകാല വിളകളാണ്. ഖാരിഫ് എന്ത് വിളകളായിരുന്നു? അത് മഴക്കാല വിളകളായിരുന്നെങ്കിൽ റാബി എന്ന് പറയുന്നത് ശൈത്യകാല വിളയാണ്. ഇത് നവംബർ പകുതിക്ക് ശേഷമാണ് ഈ വിളകൾ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നത്. നവംബർ പകുതിക്ക് ശേഷം കൃഷി ചെയ്യാൻ ആരംഭിച്ച് ഏപ്രിൽ മാസത്തിൽ വിളവെടുപ്പ്, ഇതാണ് ഈ റാബി വിളകളുടെ ഒരു കൃഷിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ റാബി പീരിയഡിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏവയാണ്? അത്തരമൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട ഉത്തരം ഒന്ന് ഗോതമ്പ്, പിന്നെ ബാർലി, പിന്നെ കടുക്, പിന്നെ പുകയില. ഇവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ എന്ന് പറയുന്നത്. ഗോതമ്പ്, ബാർലി, കടുക്, പുകയില. ഇനി ഒരു സീസണും കൂടിയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ളത്. അത് സൈദ് സീസണാണ്. സൈദ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഖാരിഫ് എന്ന് പറയുന്നത് മഴക്കാല വിളയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാർഷിക കാലഘട്ടമായിരുന്നെങ്കിൽ, റാബി എന്ന് പറയുന്നത് ശൈത്യകാല വിളകളാണ് റാബി കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നത്. അടുത്ത സീസണാണ് സൈദ് സീസൺ എന്ന് പറയുന്നത്. ഇത് വേനൽക്കാല വിളകൾ എന്ന് അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ, ഈ പീരീഡിൽ, കാർഷിക പീരീഡിൽ കൃഷി ചെയ്യുന്ന വിളകൾ വേനൽക്കാല വിളകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സൈദ് കാലഘട്ടം എന്ന് പറയുന്നത് മാർച്ചിലാണ് കൃഷി ആരംഭിക്കുക. എന്നിട്ട് ജൂൺ മാസത്തിൽ, അല്ലെങ്കിൽ ചിലതൊക്കെ ജൂലൈയിലേക്കും കടക്കും, ജൂൺ മാസത്തിൽ, ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിലായിട്ട് വിളവെടുപ്പ് നടക്കുന്നു. അതാണ് സൈദ് കാലഘട്ടത്തിൻ്റെ ഒരു കാർഷിക സമയം എന്ന് പറയുന്നത്. അതായത് മാർച്ചിൽ തുടങ്ങി ജൂൺ മാസത്തിൽ. പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഈ കാലഘട്ടത്തിലെ ഏതാണ്? ഒന്നെന്ന് പറയുന്നത് പച്ചക്കറികളാണ്, രണ്ടാമത്തേത് പഴങ്ങളാണ്. പച്ചക്കറികളും പഴങ്ങളും, ഇങ്ങനെ തുടർച്ചയായി വരുന്ന 3 സീസണുകളാണ്